ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കണ്ണൂരുള്ള വീടും അതിന് ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ. എന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുക, എൻ്റെ സ്വന്തം വീട് കണ്ണൂരാണ്. അതുപോലെ എൻ്റെ ഞാൻ കല്യാണം കഴിച്ച് ചെന്ന വീടാണ് വയനാട്ടിൽ. അപ്പം ഈ കാണുന്നത് ലൂണ, എൻ്റെ പട്ടിക്കുട്ടിയാണ്. ഞാൻ എവിടെ പോയാലും ഇതിനെ കൊണ്ടായിരിക്കും പോവുക. അങ്ങനെ ഞാൻ കണ്ണൂർ വന്നപ്പം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇത് മിക്കവാറും ഒക്കെ കണ്ണൂർ നിൽക്കാറുണ്ട്. ഇതിനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ. വയനാട്ടിലേക്കാളും ഇതിന് ഓടി നടക്കാനും അതുപോലെ ഇതിനൊത്തിരി ആളുകളെയൊക്കെ കാണാനും ഒക്കെ സാധ്യത കൂടുതൽ ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ വീടിന് ചുറ്റുമുള്ള ഒത്തിരി ചെടികളും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാ ഞാൻ ഈ കാണിക്കുന്നത് റംബൂട്ടാനാട്ടോ. റംബൂട്ടാനൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽപ്പുണ്ട്. റംബൂട്ടാൻ്റെയൊക്കെ സമയമായി വരുന്നുണ്ടല്ലോ. അപ്പം അതിനടുത്ത് തന്നെ കാണാം മാങ്കോസ്റ്റിൻ്റെ ഒരു ചെടി. മാങ്കോസ്റ്റും അതിൽ അത്യാവശ്യം ഉണ്ടായി വരുന്നതാണ്. ഇത് കണ്ടോ, അതിൻ്റെ മാങ്കോസ്റ്റൊക്കെ ഉണ്ടായി വരുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെ ഒരു കുളമുണ്ട്. ഈ കാണുന്ന കേട്ടോ ആ കുളം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ആണെങ്കിൽ പോലും, ചെറുപ്പത്തിലൊന്നുമല്ല, ഞങ്ങളൊക്കെ കുറച്ച് വർഷം മുമ്പ് വരെ ഈ കുളത്തിലിറങ്ങുമോ ഇതിനകത്ത് കുളിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാലും കുട്ടികൾ വന്നാലും ഒക്കെ ഇവിടെയൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതിങ്ങനെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി താഴേക്കൊരു റോഡാണ്. അപ്പം ആ റോഡിൻ്റെ താഴേക്ക് പോയാൽ ഇനിയും കാണുന്നത് ഒത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളുമൊക്കെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഒത്തിരി വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സൊക്കെ പിടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് കൃഷി ചെയ്യാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം എന്ത് നമ്മൾ നട്ടുപിടിപ്പിച്ച് വളർത്താൻ ശ്രമിച്ചാലും അതൊന്നും പാഴായി പോവാത്ത ഒരു സ്ഥലമാണിത്. അപ്പം ഇത് നോക്ക്, ഇവിടെ എന്തൊക്കെയോ പപ്പായ ഉണ്ട്, പിന്നെ മാങ്ങ, ചക്ക, അങ്ങനത്തെ എന്ത് സാധനങ്ങളും നമുക്ക് ഈ സ്ഥലത്ത് നോക്കിയാൽ കാണാം. ഇതൊക്കെ ലൂണ ഇതിൽ ഓടി നടക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് ഇവർക്ക് നല്ല പരിചയം കേട്ടോ ഇതൊക്കെ. അതുകൊണ്ട് അവൾ അവിടെ പോയി എന്തൊക്കെയോ അവളുടെ സ്ഥിര സ്ഥലത്തൊക്കെ പോയി കളിയും ബഹളമൊക്കെയാണ്. ഇപ്പം കാണാൻ അവൾ ഓടി വരുന്നത്. ഈ ഓടി വരുന്നത് ഞാൻ അവിടെ കിടന്ന് വിളിച്ചതിൻ്റെ പേരിലൊന്നുമല്ല. അവൾക്ക് വണ്ടി വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. അത് താഴെ കൂടി ഓട്ടോറിക്ഷ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അവളിപ്പം എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. ഈ കാണുന്നതൊക്കെ താഴേക്കുള്ള റോഡാണ്. പിന്നെ ഇങ്ങോട്ടൊക്കെ പോയാൽ പിന്നെ ഇവിടെ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ കൃഷി ഏരിയ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് വാഴ, കൊക്കോ അങ്ങനത്തേതൊക്കെയാണ്. നേരത്തെയൊക്കെ എൻ്റെയൊക്കെ തീരെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ ഒത്തിരി കാപ്പിത്തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ എണീറ്റാൽ ആ കാപ്പീൻ്റെ ഒരു പൂവ്, അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ശരിക്കും ഇപ്പോഴും അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇപ്പോൾ ഈ റോഡ് സൈഡ് വരെയും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ ലൂണേനെ ഇടയ്ക്കൊന്ന് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവൾ കണ്ണൂർ വന്നാൽ പിന്നെ എന്നെ വലിയ മൈൻഡൊന്നുമില്ല. ഇവിടെ ഉള്ളവരെയൊക്കെയാണ് കൂടുതൽ ഉത്സാഹം. അവരെ കാണാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഒരു സപ്പോട്ട ചെടി നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ സപ്പോട്ട ഉള്ളപ്പോഴൊക്കെ മമ്മി പറിച്ചത് മൂത്ത് കഴിയുമ്പോൾ പറിച്ച് വെച്ചിട്ട് പഴുപ്പിക്കുകയാണ് ചെയ്യാറ്. ഇവൾക്കത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് സപ്പോട്ടയാണ്. അപ്പം ഇന്ന് തന്നെ ഇവൾ 3-4 കഴിച്ചു. എന്നാൽ പോലും പിന്നെ ഞാൻ പറിച്ചു കൊടുക്കാമെന്ന് ഓർത്ത് പോയി നോക്കിയപ്പോൾ ഒരൊറ്റ എണ്ണം പോലും പഴുത്തതുണ്ടായിരുന്നില്ല. പിന്നെ അവൾ നിലത്ത് കിടക്കുന്നതൊക്കെ ഏതൊക്കെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതൊന്നും കൊള്ളൂല്ലാത്തത് കൊണ്ട് അതൊക്കെ വെറുതെ വിട്ടു. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവളെന്നോട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരെണ്ണം പഴുത്തതുണ്ടാവും നോക്കാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ എത്ര നോക്കിയിട്ടും അതിലൊന്നും ഒരൊറ്റ എണ്ണം പോലും പഴുത്തത് കണ്ടില്ല. കാരണം മമ്മി ഇന്നലെയോ ഇന്നോ വല്ലതും പറിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അങ്ങനെ ഇത് കണ്ടോ താഴേക്കുള്ള റോഡ്. പിന്നെ കുറച്ച് താഴേക്കും ഇതുപോലെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കിടക്കുവാണ്. അങ്ങനെ സപ്പോർട്ടയൊക്കെ നോക്കി മടുത്ത് കിട്ടിയില്ലെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. നമുക്ക് കാണാം താഴേക്കുള്ള റോഡിലും ഇതാ കൊക്കോ മരം. കൊക്കോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇനി നമ്മുടെ ഇന്നത്തെ ജനറേഷനിലുള്ളവർ എത്ര പേര് പഴയ പോലെ കൊക്കോയും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കൊക്കോ ഒന്നും കാണാനില്ല, മരം മാത്രമേ ഉള്ളൂ.
പിന്നെ ഇങ്ങനെ പോയി കഴിയുമ്പം അതിൻ്റെ സൈഡിലൊക്കെ വാഴയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാതെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടും കേട്ടോ. അതിപ്പോൾ പച്ചക്കറി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിക്കോട്ടെ. ഇത് കണ്ടോ, ചക്കയൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. കാരണം ഇപ്പം ചക്കേൻ്റെ ഒരു സീസണാണല്ലോ, അപ്പം അതൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൂണ നന്നായിട്ട് മടുത്തു. അവൾക്ക് വെള്ളം കുടിക്കാനൊക്കെ സമയമായി. പിന്നെ അവൾ നടക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് കയറുകയാണ് ചെയ്തത്. അവൾക്ക് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൾക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഇതൊക്കെ മമ്മി നട്ടുപിടിപ്പിച്ച് നനച്ച് വളർത്തിക്കൊണ്ട് വരുന്ന പൂക്കളും ചെടികളും ഒക്കെയാണ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറികൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാകും. വളരെ ചുരുക്കം ചില പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ മേടിക്കാറായിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ കുളം. ഇതൊക്കെ ശരിക്കും ഇതിലൊക്കെ ഇറങ്ങി കളിക്കുന്നതും ഞങ്ങൾ ഇവിടെ വീട്ടിലെല്ലാവരും കൂടി ഇതിനകത്ത് അവധി ദിവസങ്ങളിലൊക്കെ കളിക്കാൻ ഇറങ്ങുന്നതും കുളിക്കുന്നതും അതുപോലെ നെയ്ബേഴ്സ് കുട്ടികളെല്ലാം വരുന്നതും. ഇപ്പോഴാണ് എല്ലാവരും ബിസി ആയത്, പഠിത്തവും ജോലി കാര്യങ്ങളെല്ലാമായിട്ട് എല്ലാവരും ബിസിയാണല്ലോ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ലൂണേനോട് ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങി നോക്കാൻ പറഞ്ഞു. അവൾക്ക് ഒന്നും വേണ്ട, ഒരു തുണിക്കഷ്ണം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പുറകെ അവൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇതൊരു ചെറിയ വീഡിയോയാണ്, ഞാൻ ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.